ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നമ്മുടെ SSLC ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലൊരു സമാധാനമൊക്കെ വന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ എക്സാമിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്താണെന്നും അതുപോലെ തന്നെ എക്സാമിനറിൽ നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്ത കുട്ടികളാണെങ്കിൽ എക്സാമിനറുടെ ക്ലാസ്സുകൾ എത്രത്തോളം യൂസ്ഫുൾ ആയില്ല, എന്താണോ നിങ്ങളുടെ ഓണസ്റ്റ് കമൻസ് ഒപ്പീനിയൻ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് രേഖപ്പെടുത്തണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി സാർ ഇപ്പോൾ എന്തിനായി വീഡിയോ ഒക്കെ ചെയ്യുന്നത്, എക്സാം കഴിഞ്ഞില്ലേ മക്കളെ? ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പേടിപ്പിക്കാനോ നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിനെ നമുക്കൊന്ന് വിലയിരുത്തണം, അതിനൊന്ന് അനലൈസ് ചെയ്യണം. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിത് കേട്ടിരിക്കണം, നിങ്ങൾ ആ സത്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ വേണ്ടി. കാരണം ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമായിരുന്നു ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ. ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന, നമ്മളെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും കരുതേണ്ട പരീക്ഷയാണ് പബ്ലിക് എക്സാം. അതിന് വരാൻ പോകുന്നുള്ളൂ, വരാൻ കുറേ സമയമില്ല. അപ്പോൾ ആ ഒരു പബ്ലിക് എക്സാമിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ ആയിരിക്കും പബ്ലിക് എക്സാം, എങ്ങനെ ആയിരിക്കില്ല പബ്ലിക് എക്സാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. സോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ക്രിസ്മസ് പരീക്ഷയെ ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്താൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഓക്കെ, ഓരോ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ പഠിച്ചെടുക്കാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് വരാം. പക്ഷെ അതിൽ നിങ്ങൾക്ക് പേപ്പർ നോക്കുകയാണെങ്കിൽ ചില സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുണ്ട്, ചില നോൺ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുണ്ട്. എന്താണ് സാർ ഈ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് കൂടിയ ചോദ്യങ്ങളാണോ? അങ്ങനെയല്ല, ഫെമിലിയർ ആയിട്ട് സാധാരണ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പൊതുവേ പ്രീവിയസ് ഇയർ പേപ്പറിലൊക്കെ നോക്കിയാൽ നിങ്ങൾ കാണാത്ത തരം ചോദ്യങ്ങളാണ്, അങ്ങനത്തെ ചോദ്യങ്ങളാണ് നോൺ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷാ പേപ്പറിൽ വന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് വിലയിരുത്താനുണ്ട്. അതിന് മുമ്പ് എന്താണ് ഈ നോൺ സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഈ ചോദ്യം പലരും തെറ്റിച്ചാണ്. പലരും എന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, പല ഓൺലൈൻ വെബ്സൈറ്റ്സിലും ആൻസർ കീ ഒക്കെ നോക്കുമ്പോൾ അവിടെയും തെറ്റ് കണ്ടത്. പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്നാണ് പലരും തെറ്റിച്ചിട്ടാണ് ആൻസർ കീയിൽ വരെ പറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾ വായിച്ച് നോക്കുകയും വേണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദി കറണ്ട് ഇൻഡ്യൂസ് ഇൻ ദി ആർമേച്ചർ ഓഫ് DC ജനറേറ്റർ? അപ്പോൾ DC ജനറേറ്ററിൻ്റെ കറണ്ട് എന്തായിരിക്കും? DC ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. പുറത്ത് വരുന്ന ഔട്ട്പുട്ട് കറണ്ട് DC ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വിചാരിച്ച് എന്തെങ്കിലും ചാടിക്കറി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ചേഞ്ചസ് ബട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്നാൽ ടിക്കറ്റ് ഉണ്ട്. പല ടീച്ചേഴ്സ് വരെ അതിന് ടിക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ആ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ കാരണം എന്താണ്? ആ മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചോദ്യം ചിലപ്പം മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ടാവില്ല. ഇൻഡ്യൂസ്ഡ് ഇൻ ദി ആർമേച്ചർ എന്നാണ്. DC ജനറേറ്റർ ആണെങ്കിലും AC ജനറേറ്ററിൻ്റെ ആർമേച്ചർ ഉണ്ടാവില്ലേ, ആ ആർമേച്ചറിലെ കറണ്ടിൻ്റെ ആരോ ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ടാവില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു DC ജനറേറ്ററിൻ്റെ പുറത്ത് വരുന്ന കറണ്ട് DC ഒക്കെ തന്നെയാണ്. പോസിറ്റീവ് ആണ്. ഈ പറഞ്ഞ എന്താണ്, A ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. പക്ഷേ ചോദ്യത്തിൽ ആർമേച്ചറിന് ആരോ ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് എന്താണ് ഒരു ചോദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. വായിച്ചവർക്ക് മാത്രമല്ല, നിങ്ങൾ എക്സാമിനറിൻ്റെയൊക്കെ ലക്ഷ്യ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും കിട്ടിയിട്ടുണ്ടാവും. ഇനി അതും വേണ്ട, നിങ്ങൾ എൻ്റെ മാരത്തോൺ ക്ലാസ്സിനെ പറ്റി പൊക്കി പറയുന്നതല്ല, പക്ഷെ അതിൻ്റെ തലേ ദിവസത്തെ ക്ലാസ്സിൽ വന്നിരുന്നുണ്ടെങ്കിൽ അവിടെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ആർമേച്ചറുള്ള കറണ്ട് എന്തായിരിക്കും? AC തന്നെയായിരിക്കും. ആർമേച്ചറിൻ്റെ കറണ്ട് എന്താണ്? ഇറ്റ് ജസ്റ്റ് പ്യുവർ AC, പോസിറ്റീവ് നെഗറ്റീവ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എന്താണ് കറക്റ്റ്? ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. അങ്ങനെ നോക്കുമ്പോൾ മാത്രമല്ല, കറക്റ്റ് ആൻസർ എന്തായിരുന്നു? ഇതായിരുന്നു. അപ്പോൾ ഇതൊരു നോൺ സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. അങ്ങനെ പരീക്ഷ ചോദിക്കുന്ന ചോദ്യമല്ല. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രം, അല്ലെ ആ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ വായിച്ചവർക്ക് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കുറേ പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് അതുപോലത്തെ ഒരു ചോദ്യമായിരുന്നു. മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോം ബൈ ഏതോ ഒരു മിറർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പോർഷൻ. അപ്പോൾ ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യം ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. എവിടെ ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചാലും മാഗ്നിഫിക്കേഷൻ മാറില്ല. അത് ആർക്ക് മാത്രമേ അങ്ങനെ ഉള്ളൂ? നമ്മുടെ പ്ലെയിൻ മിററിന് മാത്രമേ ഉള്ളൂ. പ്ലെയിൻ മിറർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇമേജിൻ്റെ സൈസ് ഓഫ് ഇമേജ് ഈ സെയിം ആസ് സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. എപ്പോഴും എന്താണ്, നമ്മുടെ പ്ലെയിൻ മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ സൈസും സെയിം ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രീതിയിലല്ല പഠിക്കുന്നത്. അപ്പം ഇവിടെ ഈ ടൈപ്പ് ചോദ്യം എന്താണ്? ഇത് നമുക്ക് അറിയാത്തതിൻ്റെ പ്രശ്നമല്ല, നമ്മളെന്താണ് പഠിച്ച കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയുമോ എന്നാണ് അവർ നോക്കുന്നത്. നിങ്ങളിത് ടേബിളൊക്കെ ആക്കി പഠിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷെ ഇത് അപ്ലൈ ചെയ്യാൻ അറിയുമോ? അതാണ് ഈ ചോദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൈഹാർട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക്, പ്ലെയിൻ മിററിൻ്റെ കേസിൽ നിങ്ങൾ എവിടെ പോയിരുന്നാലും നിങ്ങളുടെ ഇമേജിൻ്റെ വലുപ്പം നിങ്ങളുടെ വലുപ്പം തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക് ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റും.
അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതൊക്കെ നോൺ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഹാർട്ട് പഠിച്ചവർക്ക് എന്താണ് ഇത് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, പറ്റില്ല എന്നല്ല, ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ് സാർ? കാരണം പ്രശ്നം എന്താണ്, 1-2 ചോദ്യങ്ങളൊന്നുമല്ല. ഫിസിക്സിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 14 ചോദ്യങ്ങളുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ്, പക്ഷേ 6 ചോദ്യങ്ങൾ വന്നാൽ നോൺ സ്റ്റാൻഡേർഡ് ആണ്. മാക്സിലും ഏതാണ്ട് അതേ കണക്ക് തന്നെയാണ്. 21 ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു. എല്ലാവർക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ സാധാരണ ക്ലാസ്സസ് ഒക്കെ കണ്ട നമ്മുടെ സാധാരണ ക്ലാസ്സസ് ഒക്കെ കണ്ടുപോയവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. 7 ചോദ്യങ്ങൾ പക്ഷേ അങ്ങനെയല്ല. അതിൻ്റെ അർത്ഥം 7 ചോദ്യങ്ങൾ എക്സാമിനർ പഠിപ്പിക്കാത്തതാണെന്നാണ്. അല്ല, ഈ ഫിസിക്സിൽ നിങ്ങൾ എടുത്തു നോക്കുക, 20 ചോദ്യങ്ങളും 20 പഠിപ്പിച്ചിട്ടുണ്ട്. 20 ചോദ്യങ്ങൾ 6 നോൺ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ അടക്കം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ ക്ലാസ് എടുത്ത് നോക്കുക നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് എടുത്ത് നോക്കാം. ഷോർട്സ് എടുത്ത് നോക്കിയിട്ട് വിശ്വാസമാവുന്നതിന് നിങ്ങൾ ക്ലാസ് എടുത്ത് നോക്കുക. മാരത്തോൺ ക്ലാസ്, മോർണിംഗ് ബൂസ്റ്റർ ക്ലാസ് നോക്കിയാൽ ഇതിൽ ഫുൾ ഓൺ ഫുൾ നിങ്ങൾക്ക് കിട്ടും. അല്ലേ പോട്ടെ, A+ കിട്ടും, അത്രയെങ്കിലും. ഓക്കെ, അപ്പം ഇത് ഫിസിക്സിലും മാത്സിലും കുറച്ച് കൂടുതലാണെങ്കിലും കെമിസ്ട്രിയിലും ഒരു 3 ചോദ്യമെങ്കിലും, ബയോളജിയിൽ 2 ചോദ്യങ്ങളും അതെന്താണ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാനുള്ളത്? നമുക്ക് മനസ്സിലാക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, പബ്ലിക് എക്സാമിലും ഇതേ സ്ഥിതി ആവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആവാം. ഇനി ഇതേ സ്ഥിതി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം നമുക്ക് അത് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരില്ല. അപ്പോൾ അതങ്ങനെ ആവുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു ഒരു സ്ഥിതി ആവാൻ ചാൻസ് ഉണ്ടെന്നും, അങ്ങനെ ആവുകയാണെങ്കിൽ ലെറ്റ്സ് ഒരു 6 ചോദ്യത്തിന് വരെ ഒരു 8 ചോദ്യമൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചു പോകുന്ന കുട്ടി, അല്ലെങ്കിൽ സാധാരണ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ചോദ്യങ്ങൾ മാത്രം ചെയ്യുന്ന പോകുന്ന കുട്ടിക്ക് A+ ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും സാർ? എന്താ ഇപ്പോൾ ചെയ്യാം? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യമുള്ളൂ. ഒന്ന്, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. 2, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാം. ഇനി ഇതൊക്കെ ചെയ്യാം സാർ, പറയുമ്പോൾ കേൾക്കാൻ കൊള്ളുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? ഇനി വളരെ ഓണസ്റ്റ്ലി പറയാം, എക്സാമിനറിൻ്റെ ബാച്ചിൻ്റെ പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്, കുറേയൊക്കെ ആണ്, പക്ഷേ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്ക്. ഈ റിവിഷൻ ബാച്ചിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ വർഷവും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തത്. അല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ സ്ട്രാറ്റജി മാറ്റിയൊന്നുമല്ല. നമ്മുടെ റിവിഷൻ ബാച്ചിൽ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടാവും ചാപ്റ്റർ വൈസ്. ആ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സിൽ എന്താണ്, ജസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള A to Z കാര്യങ്ങൾ, ഫസ്റ്റ് മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. പക്ഷെ പെട്ടെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞതാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയില്ല എന്നേ ഉള്ളൂ. കാര്യം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഭംഗി എന്നൊന്നും പറയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സെൻറ്റൻസും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ കാണാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് കവറേജ് എന്നുള്ള രീതിയിലാണ് റിവിഷൻ ക്ലാസ് ഉണ്ടാവുക. അല്ലാണ്ട് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുന്ന പോലെയല്ല, ഫസ്റ്റ് മുതൽ പഠിപ്പിച്ചു തരും. പക്ഷേ എന്താണ് അനാവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ടാവില്ല. അത് പേയ്മെൻറ്റ് ടു ദ പോയിന്റ് ആയിരിക്കും. പക്ഷേ എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നതിനുള്ള റിവിഷൻ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ ഓരോ ചാപ്റ്ററിനും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കിട്ടുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിനെ നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യരുത്, അതിൻ്റെ വില കുറയ്ക്കരുത്. അത് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ പരീക്ഷയിൽ ടഫാക്കുകയാണെങ്കിൽ ഈ പാറ്റേൺ വന്നാൽ തന്നെ ഒരു 80% അല്ലെങ്കിൽ 70% ചോദ്യങ്ങൾ എങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ മോഡലിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, അതിലൊരു ഓപ്ഷനും ഇല്ല നിങ്ങൾക്ക്. പക്ഷെ അത് മാത്രം മതിയോ? പോരാ, അത് മാത്രം മതിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, PDF നോട്ട്സ്, മോഡൽ എക്സാംസ്, എക്സാമിനറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, അതിലും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സാർ, അപ്പോൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നാണ് സാർ പറയുന്നത്? അല്ല, ഇത് ഒരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇതെന്താണ്, ഒരു നല്ല സൊല്യൂഷനാണ്, ഒരു എഫക്റ്റീവ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സൊല്യൂഷൻ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എക്സാമിനർ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് അറിയാം, യൂട്യൂബിൽ എടുക്കുന്ന ആൾക്കാർ ആരാണെന്ന് അറിയാം, അവർ തന്നെയാണ് ബാച്ചിൽ എടുക്കാൻ പോകുന്നത്. കെമിസ്ട്രിക്ക് അതുല്യ മിസ് എടുക്കും, ബയോളജിക്ക് അർച്ചന മിസ് എടുക്കും, മാത്സിന് അലൻ സാർ എടുക്കും, ഫിസിക്സിന് ഞാൻ എടുക്കും. ഓരോ സബ്ജക്റ്റിനും ആരൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇവരുടെയൊക്കെ ക്ലാസ്സസ് നല്ലതായിരിക്കും, അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുക. എക്സാമിൻ്റെ തലേന്ന് മാത്രമല്ല അല്ലാണ്ടും ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, അവരുടെ ക്ലാസ്സിലെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ഫീസ് 2000 എന്ന് പറഞ്ഞാൽ നമ്മൾ അഫോർഡബിൾ ആണെന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും അതെന്താണ് അഫോർഡബിൾ ആണെന്ന് തോന്നുകയാണ്, നിങ്ങൾക്കും അത് വേർത്ത് ആണെന്ന് തോന്നുകയാണ്. ഇതാണ് നിങ്ങളുടെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. പ്രോപ്പറായിട്ട് ആദ്യം മുതൽ പഠിച്ചെടുക്കാൻ ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷ ടഫായി വന്നാൽ പോലും നിങ്ങൾക്ക് A+ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഇതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കണം, നിങ്ങളുടെ അഭിപ്രായം തന്നെ നിങ്ങൾ നോക്കി തീരുമാനിച്ചാൽ മതി. ഇനി ഇത് മാത്രമാണോ സൊല്യൂഷൻ? അല്ല, നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെയും സൊല്യൂഷൻ നിങ്ങൾക്ക് തേടിയെടുക്കാം, അല്ലെങ്കിൽ കണ്ടെത്താം.
നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ്സസ് 100% ഡിപ്പെൻഡബിൾ ആണെങ്കിൽ അത് മാത്രം ആശ്രയിച്ച് പഠിച്ചാൽ A+ കിട്ടും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ട്യൂഷൻ ക്ലാസ്സോ ഏതെങ്കിലും ഗൈഡോ, എക്സാമിനറിൻ്റെ ഗൈഡുണ്ട്, അല്ലാത്ത ഗൈഡുകളുണ്ട്, ആ ഗൈഡുകൾ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് എന്താണ് A+ ഉറപ്പ് കിട്ടും. എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും നിങ്ങൾക്ക് എന്താണ് ഉത്തരം കൊടുക്കാൻ പറ്റും, A+ കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മതിയോ? ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യൂട്യൂബിലെ ക്ലാസ് മാത്രം വെച്ച് ഒറ്റയ്ക്ക് നോക്കി പഠിച്ച് ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചോളും സാർ എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. അത് ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ തീരുന്നതിന് മുൻപ് തന്നെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ആശ്രയിച്ച് 100% അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് നിങ്ങൾ ഏതാണോ സൊല്യൂഷൻ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു സംശയമില്ല, ഏത് തരം ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പേടിപ്പിക്കാനാവില്ല, നിങ്ങളെ തോൽപ്പിക്കാനാവില്ല, നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. അത് നിരവധി കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇനി വാങ്ങിച്ചുകൊണ്ടിരിക്കും, അതിലൊരു സംശയവുമില്ല. ക്ലിയർ ആണ്? എക്സാമിനറിൻ്റെ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഫീസ് കൊടുത്തിട്ട് ആ എക്സാമിനറിനെ നോക്കിക്കോളെന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്ന ഷെഡ്യൂൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, റിവിഷൻ ക്ലാസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഏത് സൊല്യൂഷൻ ആണെങ്കിലും അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, പബ്ലിക് എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യും, A+ വാങ്ങിച്ചിരിക്കും. അതിൽ ഒരു ഡൗട്ടും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല ഉദ്ദേശിച്ചത്, റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ച് ഇനി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതൊക്കെ ഇടുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ എക്സ്പീരിയൻസും എക്സാമിനറിന് കൂടെയുള്ള എക്സ്പീരിയൻസും നിങ്ങൾ എന്ത് ചെയ്യുക, അതും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടുക. ഞങ്ങൾ എല്ലാവരും ഇത് വായിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ എക്സാമിനർ മെയിൻ ചാനൽ, ഈ ചാനലിൽ എക്സാമിനർ മെയിൻ ചാനലിൽ നമ്മുടെ സെലിബ്രേഷൻ ലൈവ് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവും, എക്സാമിനറിന് എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം മക്കളെ. അപ്പോൾ അത്രേ പറയാനുള്ള, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക്